ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് നായരമ്പലം പഞ്ചായത്ത് 12-ാം വാർഡിലെ പല വീടുകളും വെള്ളത്തിൽ മുങ്ങി. താൽക്കാലിക പരിഹാര മാർഗമായിരുന്ന ജിയോ ബാഗ് തകർന്നതോടെ സെന്റ് ആന്റണി പള്ളി പരിസരം ഉൾപ്പെടെ വെള്ളപ്പൊക്കത്തിൽ. ശാശ്വത തീരസംരക്ഷണത്തിനായി ചെല്ലാനം മോഡൽ ടെട്രാപോഡ് നിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ. നായരമ്പലം ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് സെന്റ് ആന്റണി പള്ളി പരിസരവും സമീപവാസികളുടെ വീടുകളും വെള്ളത്തിൽ മുങ്ങി. കടൽക്കരയിൽ സ്ഥാപിച്ചിരുന്ന ജിയോ ബാഗ് ഉൾപ്പെടെയുള്ള താൽക്കാലിക സുരക്ഷാ സംവിധാനങ്ങളും തകർന്നു. തീരദേശ റോഡിന്റെ നിരവധി ഭാഗങ്ങൾ സാരമായി തകർന്നിട്ടുമുണ്ട്. ശ്രീ ബാലമുരുക ക്ഷേത്രത്തിനടുത്തുള്ള ജിയോ ബാഗ് തകർന്നതോടെയാണ് സമീപവാസികളുടെ വീടുകളിൽ വെള്ളം കയറിയത്. കാലാകാലങ്ങളിൽ കടൽഭിത്തിയുടെ മെയിന്റനൻസ് നടത്താത്തതാണ് കടൽഭിത്തി തകരാൻ മുഖ്യ കാരണമായി പറയപ്പെടുന്നത്. ജിയോ ബാഗുകളോ ജിയോ ട്യൂബുകളോ സ്ഥാപിച്ചതുകൊണ്ടും ഗുണമുണ്ടായില്ല. ചെല്ലാനം മോഡലിൽ ടെട്രാപോഡ് നിർമ്മാണം മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന് പ്രദേശവാസികളും ജനപ്രതിനിധികളും പറയുന്നു. ഈ ഭാഗം ഏതാണ്ട് 3.5 കിലോമീറ്റർ വരുന്ന കടൽഭിത്തി കഴിഞ്ഞ സുനാമി തുടങ്ങി ഇങ്ങോട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പറായി വരുന്നത് 2021-ലാണ്. 2021 മെയ് 13 തുടങ്ങി ടൗട്ടോ വിഷയമായി. അപ്പോൾ ഈ ജിയോ ബാഗ് അടക്കമുള്ള പ്രവൃത്തി അന്ന് ചെയ്തിട്ട് ടൗട്ടോയ്ക്ക് ശേഷം അത് മുഴുവൻ തകർന്നു പോയി. അതിനുശേഷം വീണ്ടും ഇറിഗേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഭാഗത്തായിട്ട് വാർഡിൻ്റെ പല ഭാഗത്തായിട്ട് ഈ ജിയോ ബാഗുകൾ സ്ഥാപിക്കുകയുണ്ടായി. പക്ഷേ ഈ ജിയോ ബാഗുകൾ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തു കൊടുക്കുന്നത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വന്ന് ഈ ആവശ്യമായ സ്ഥലങ്ങളിൽ പ്രതിസന്ധി നേരിടുന്ന ഹോട്ട്സ്പോട്ടുകളിലൊക്കെ തന്നെ ജിയോ ബാഗിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് പോകും. പക്ഷേ എസ്റ്റിമേറ്റ് പാസ്സായി വരുന്നത് ഈ മൺസൂൺ കാലയളവിലാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് ഇപ്പോൾ ജിയോ ബാഗിൻ്റെ പ്രവർത്തനം ഈ കടപ്പുറത്തിൻ്റെ അറ്റത്ത് ബാലമുരുക ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ജിയോ ബാഗിൻ്റെ പ്രവർത്തനം തുടങ്ങി. ഇത് തുടങ്ങുമ്പോൾ തന്നെ മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പണി പൂർത്തീകരിക്കപ്പെടാതെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി വീണ്ടും വെള്ളം കയറി വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവിടെ വെള്ളം കയറിയത് ഇപ്പോൾ ജിയോ ബാഗ് വെച്ചിട്ട് അതും സേഫ്റ്റി അല്ല. ഒന്നില്ലെങ്കിൽ കരിങ്കല്ല് ഇട്ട് സേഫ്റ്റി ചെയ്യുക, അല്ലെങ്കിൽ മെട്രോപോഡ് ചെയ്യാനുള്ള സംവിധാനം സർക്കാരും പഞ്ചായത്തും കൂടെ ശ്രമിച്ചിട്ട് മെമ്പറും എല്ലാവരും കൂടെ ശ്രമിച്ചിട്ട് ചെയ്യുക. അല്ലാണ്ട് ഞങ്ങളുടെ പോലുള്ള ആൾക്കാർക്ക്, ഞങ്ങൾ സാധാരണ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങൾക്ക് ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റി താമസിക്കാൻ വേറെ വീട് സർക്കാർ എടുത്തു തരാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടി MLA പഞ്ചായത്തും MP ഈ MPയും MLA ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ട്. പഞ്ചായത്തിലെ മണൽവാട നിർമ്മാണം നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോണോ മാസ്റ്റർ, പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ്, വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ്, വാർഡ് മെമ്പർ CC ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,